ചില സംഭവ വികാസങ്ങളുടെ സീക്വൻസും ഹദീസുകളിൽ വന്നിട്ടുള്ള പരാമർശങ്ങളെയും ജംഅ് ചെയ്തുകൊണ്ട് ആദ്യമാദ്യം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ചില ക്രോഡീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രമാണങ്ങളുടെ പിൻബലത്തിൽ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണിയിട്ടില്ലെങ്കിലും സംഭവ വികാസങ്ങളെക്കുറിച്ച് പ്രവാചകൻ നടത്തിയിട്ടുള്ള വിശദീകരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉലമാക്കൾ നമുക്ക് അതിൻ്റെ ഒരു രൂപം കൃത്യമായി വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽ മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയ ഒരു വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, ഫല്ലദീ യതറജ്ജഹു മിൻ മജ്മൂഇൽ അഖ്ബാർ, പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ള ഖബറുകൾ, വാർത്തകൾ, ഹദീസുകളെ ക്രോഡീകരിച്ചാൽ ആ ക്രോഡീകരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തർജീഹായ ഏറ്റവും ശരിയായ രൂപത്തിലുള്ളൊരു അഭിപ്രായം എന്നത് അന്ന ഖുറൂജദ് ദജ്ജാൽ അവ്വലുൽ ആയാത്തിൽ ഇളാമിൽ മുഅ്ദിന ബിതഗയ്യുരിൽ അഹ്വാലിൽ ആമ്മത്തി ഫീ മുഅ്ളമിൽ അർദ്. അന്ന ഖുറൂജദ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ പുറപ്പെടൽ, ദജ്ജാലിൻ്റെ വരവ് അവ്വലുൽ ആയാത്തിൽ ഇളാം, ആ വലിയ അടയാളങ്ങളിൽ ഒന്നാമത്തതായിരിക്കും. അൽ മുഅ്ദിന, അത് അറിയിപ്പ് നൽകും. എന്തിനാണ് ദജ്ജാൽ വരുന്നത്? ഒരറിയിപ്പ് നൽകാനാണ്. ബിതഗയ്യുരിൽ അഹ്വാലിൽ ആമ്മത്തി ഫീ മുഅ്ളമിൽ അർദ്, ഭൂമിയുടെ മഹാഭൂരിപക്ഷ പ്രദേശങ്ങളിലെയും മൊത്തത്തിലുള്ള അവസ്ഥ, അന്ന് വരെ നിലനിന്നിരുന്ന ഒരു നിളാം, ആ നിളാം തെറ്റിപ്പോകും. നമുക്കറിയാം, ഇന്ന് COVID-19 എന്ന നിസ്സാരമായ ജീവിയുടെ ഖുറൂജ് പോലും, അത് പുറത്തു വന്നതുപോലും ഭൂമിയുടെ നിളാമിനെ തെറ്റിച്ചു കളഞ്ഞു. ആയിരക്കണക്കിന് വിമാനങ്ങൾ യാത്ര നിർത്തിവെച്ചു, ആയിരക്കണക്കിന് കപ്പലുകൾ യാത്ര നിർത്തിവെച്ചു, അങ്ങാടികൾ ബന്ധിപ്പിക്കപ്പെട്ടു, ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങുന്നവർ വരെ നിയമപാലകരിൽ നിന്നും മറ്റും നിയന്ത്രണങ്ങളുണ്ട്, വീടുകളിലേക്ക് തന്നെ തിരിച്ചു ഓടേണ്ടി വരികയാണ്, ചിലർക്ക് അടി കിട്ടുകയാണ്, ചിലർ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്തെല്ലാം സംഭവിക്കുന്നു? ഭൂമിയുടെ നിളാം തന്നെ മാറിയില്ലേ? മാറി. 14 നൂറ്റാണ്ടായി ലോകത്ത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരുന്ന ജുമഅയും ജമാഅത്തും, ഏതെങ്കിലും ഒറ്റപ്പെട്ട നാടുകളിൽ ഏതെങ്കിലും കാരണവശാൽ പള്ളികൾ പൂട്ടുകയോ ജുമഅ നടക്കാതിരിക്കുകയോ ചെയ്തിരിക്കാം. പക്ഷേ ഭൂമിയുടെ ഒരു വലിയ പ്രദേശങ്ങൾ മുഴുവൻ ജുമഅയും ജമാഅത്തും നിന്നു എന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഭൂമിയുടെ നിളാം തെറ്റും. ആ നിളാം ഇനി നേരത്തെ ഉള്ളതുപോലെ ഒരു നിളാമില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള വരവാണ് ആരുടെ വരവ്? ദജ്ജാലിൻ്റെ വരവ്. അതാണ് ബിതഗയ്യുരിൽ അഹ്വാലി അൽ ആമ്മത്തി ഫീ മുഅ്ളമിൽ അർദ് വയൻതഹി ദാലിക ബിമൗതി ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മരണത്തോടുകൂടി ആ ഒരു ഘട്ടം അവസാനിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള ദജ്ജാൽ, അതേപോലെ തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അതൊക്കെ ഒരു സമയത്ത് ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ്. അതല്ലാതെ തന്നെ ദജ്ജാൽ വരുന്നതിന് തൊട്ടു മുമ്പ്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നതിന് തൊട്ടു മുമ്പ് ഭൂമിയിലുണ്ടാകുന്ന മഹാനായ ഇമാം മഹ്ദി റഹിമഹുല്ലയുടെ വരവ്, അതും ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കുകയും ചെയ്യും. അപ്പോൾ ചില അടയാളങ്ങൾ ഒരേ സമയത്തുണ്ടാകും. മഹ്ദി ഇമാം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് ദജ്ജാലും വരുന്നത്. ദജ്ജാൽ ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അതേ സമയത്ത് തന്നെയാണ് യഅ്ജൂജും മഅ്ജൂജും വരുന്നത്. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു ചരട് പൊട്ടിയാൽ മുത്തുകൾ വരുന്നത് പോലെയാണുള്ള പിന്നീടുള്ള കാര്യങ്ങൾ. ഒന്ന് മറ്റൊന്നിനെ ഒരു സുദീർഘ കാലഘട്ടം കാത്തു നിൽക്കുകയില്ല, ഒരുമിച്ചാണ് എല്ലാം കൂടി പ്രത്യക്ഷപ്പെടുക എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആദ്യത്തെ അഥവാ ഭൂമിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ മാറുന്നു എന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ദജ്ജാലിൻ്റെ കടന്നുവരവുണ്ടാവുക. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിയും ആ സമയത്താണ്, ഇമാം മഹ്ദിയും ആ സന്ദർഭത്തിൽ തന്നെയാണ് ഉണ്ടാവുക.